നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. രണ്ടാഴ്ച പിന്നിടുമ്പോഴും അർജുൻ കാണാമറയത്ത് തന്നെ. കണ്ണീരോടെ കേരളം അവനെ കാത്തിരിക്കുന്നു. അർജുൻ ഈ നാടിൻ്റെ മാത്രം എന്ന് ആവശ്യമല്ല. ഇന്ത്യ ഒട്ടാകെയുള്ള വിവിധ ഇടങ്ങളിലുള്ള ആളുകൾ അർജുൻ തിരിച്ചു വരണമെന്ന് അഗാധമായി ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ വെല്ലുവിളിയാണ് രാജ്യത്തിന് മുന്നിൽ ഈ രക്ഷാദൗത്യം. ഈ ദൗത്യം അവസാനിപ്പിച്ചോ എന്ന ആശങ്ക ഒരു വശത്ത് ഉയർന്നു പോകുകയാണ്. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരണ്ടേ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യ കോളർ കൊല്ലത്ത് നിന്നാണ്, ശ്രീ ഉണ്ണികൃഷ്ണൻ. ശ്രീ ഉണ്ണികൃഷ്ണന് എന്ത് തോന്നുന്നു? ഈ ദൗത്യം ഏതെങ്കിലും തരത്തിൽ അവസാനിച്ചു എന്ന ആശങ്ക പെടേണ്ട സാഹചര്യം ഉണ്ടോ? ദൗത്യം അവസാനിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ആശങ്കയല്ല. ദൗത്യം ഇത്രമാത്രം നമ്മൾ ഇനി ഹൈ പ്രഷർ ചെയ്ത് ആ സ്റ്റേറ്റിനെ ഇങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പ്രഷർ ചെയ്ത വീട്ടുകാരും അല്ല അയലൊക്കെക്കാരും ഒക്കെ പറഞ്ഞതൊക്കെ തെറ്റാണെന്നൊക്കെയാണ്. ഇൻഫർമേഷൻ ഒക്കെ തെറ്റായിരുന്നു. വണ്ടി ഓണായിരുന്നു എന്ന് പറഞ്ഞതും ഫോൺ ഓണായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ തെറ്റായിട്ടാണ് പിന്നീട് അങ്ങോട്ട് പറഞ്ഞത്. ആദ്യം തന്നെ വീട്ടുകാർ 2 ദിവസം കഴിയുമ്പോൾ പട്ടാളക്കാരെ കുറ്റം പറഞ്ഞതും അവിടുത്തെ ഗവൺമെന്റിനെ കുറ്റം. പട്ടാളക്കാരെ ഒന്നും കുറ്റം പറഞ്ഞത്, പട്ടാളം വരണമെന്ന് ആവശ്യം പറഞ്ഞു. അതിന് പട്ടാളക്കാര് വന്നത് എന്തിനാണ്, ശരിയായ രീതിയിലായില്ല എന്ന് അമ്മ പറഞ്ഞില്ലേ സാറേ? അങ്ങനെ പറഞ്ഞു. എന്റെ ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, മകനെ കാണാതിരിക്കുന്ന ഒരു അമ്മ അവരുടെ വാക്കുകൾ എങ്ങനെ കീറി മുറിച്ച് നമുക്ക് അങ്ങനെ വിശകലനം ചെയ്യേണ്ടതുണ്ടോ? അവര് ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കാം എന്തെങ്കിലും പട്ടാളത്തിന് ആവശ്യമുള്ള സന്നാഹങ്ങളില്ലെന്നോ, അല്ലെങ്കിൽ അവർ ഈ ദൗത്യം അറിഞ്ഞല്ല വന്നെന്നോ ഒക്കെ അവർ പറഞ്ഞു കാണും. പക്ഷേ ഇതൊരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഒരു പൗരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നതിനപ്പുറത്തേക്ക് ആ മനുഷ്യജീവന് നമ്മൾ അത്രമാത്രം വില കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഉള്ളത്? തന്നെ പറയാം. ഞാൻ പറയുന്നത് അവർ ആദ്യത്തെ 3 ദിവസം ലേറ്റ് ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അമ്മ ഇത് പറയുകയും ചെയ്ത് അന്ന് തന്നെ അടുത്ത ദിവസം തന്നെ ആ അഞ്ജലി ഈ പ്രായം ചെന്ന ഈ അമ്മ പറയണോ ഒരു രാജ്യത്ത് പട്ടാളം ഇറങ്ങണം, അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത്? എനിക്ക് അതിനെ പറ്റിയൊക്കെ അല്ല, അമ്മ അങ്ങനെ വന്ന് വരണ്ടായിരുന്നു. അമ്മ അങ്ങനെ വന്ന് അവരുടെ ആശങ്ക, അവരുടെ മകനെ കാണാതാകുമ്പോൾ ഏതൊരു അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഒരു രക്ഷാദൗത്യം എങ്ങനെ വേണം എന്ന് ഈ പട്ടാളം ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഈ അമ്മ പറയുന്നതുവരെ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നും കാത്തു നിൽക്കണ്ടായിരുന്നു. അല്ല, ആദ്യത്തെ 3 ദിവസം തെറ്റായിട്ടാണ് അവിടുത്തെ ദിശ പൊയ്ക്കൊണ്ടിരുന്നത്. ഒന്നും ചെയ്തില്ല എന്നുള്ളത് തന്നെ. അല്ല, അവർക്ക് ചില കാര്യങ്ങൾ അങ്ങനെ കിട്ടിക്കാണില്ല. ചിലപ്പോൾ ഈ ഇതിൽ പ്രവർത്തിച്ചു എന്ന തരത്തിലൊക്കെ നമ്മൾ തന്നെ ഈ GPS ഒക്കെ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും അത് തെറ്റാറില്ലേ? അങ്ങനെയൊക്കെ അവർ കിട്ടിയ ആ ഇൻഫർമേഷൻ അവർ ഷെയർ ചെയ്തു. അതിലപ്പുറത്തേക്ക് അല്ല, ഇവരിപ്പം പറഞ്ഞത് അവസാനം പറയുന്നത് അന്ന് മുതലേ ഞങ്ങൾ പറഞ്ഞില്ലേ, സതീഷ് കാർവ് MLA എന്ത് പറഞ്ഞു, സതീഷ് കൃഷ്ണ എന്ന് പറയുന്ന MLA പറഞ്ഞു, ഞങ്ങൾ ആദ്യം മുതൽ അതിന്റെ പറഞ്ഞോണ്ടില്ല. പിന്നെ യുവർ പീപ്പിൾ സേ ദിസ് സൈഡ് ഞങ്ങളത് ചെയ്തു എന്ന് അവർ പറയുന്നത്. അപ്പൊ നമ്മളാണ് ഇത് തെറ്റിച്ചെന്നായി. അപ്പം ഇപ്പൊ ഒറ്റ അവസാനം ഇപ്പൊ ജിതിൻ ഇപ്പോഴോടെ നിൽപ്പുണ്ടോ? ചെറുക്കനാളിയും ചെറുക്കനും മനാപ്പോടെ ഉണ്ടെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ. അതായത് നമ്മളെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ദൗത്യം തുടങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മള് ഈ പറഞ്ഞ കണക്ക് ഇനി ഇത്രയും മാത്രം അവരെ പ്രഷർ ചെയ്യേണ്ട എന്നാണ്. നമ്മളിപ്പോ രാഘവൻ MP ആയാലും നമ്മളെ മറ്റുള്ള കോൺഗ്രസിന്റെ MPമാരൊക്കെ അവരൊക്കെ അങ്ങേയറ്റം പ്രഷർ ചെയ്യുന്ന പോലെ അവരെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് എല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. കാണാതായ മനുഷ്യന് വേണ്ടിയുള്ള അന്വേഷണം ഈ പ്രഷർ ഇല്ലാതായിരുന്നെങ്കിൽ ഇവിടുന്ന് ഇത്രയും വലിയ ആ ഒരു സന്നാഹം MLA-മാരും മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ട് തുടരെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? മുഖ്യമന്ത്രിയും ഒന്ന് ഇടപെട്ടല്ല. അതിനു മുമ്പ് ഇവിടുത്തെ ചാനലുകൾ രണ്ട് ചാനലിൽ അതിന്റെ മെനക്കെട്ട ഫ്രണ്ടിൽ ന്യൂസ് 18 അതിന്റെ ഫ്രണ്ടും ബാക്കുമായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 3 ദിവസമല്ല പിന്നെ ഇന്ന് വരെയും ഇപ്പോഴും ആ വിഷയം വിടാതെ ഈ 2 ചാനലുകൾ, ബാക്കിയുള്ളവരൊക്കെ പലതിലേക്ക് പിറകെയൊക്കെ പോയെങ്കിലും ഈ 2 ചാനലുകൾ അങ്ങനെ തന്നെ കവർ ചെയ്ത് നിന്നുകൊണ്ട് ഇവർക്ക് പിന്നെ രക്ഷയില്ലാതെ വന്നുകൊണ്ടാണ് ഇവിടുത്തെ ലീഡേഴ്സ് ഒക്കെ പോയെന്നുള്ളതിനകത്ത് പക്ഷേ സത്യം എല്ലാവർക്കും മനസ്സിലായി, ലീഡേഴ്സിനും മനസ്സിലായി. പോയേ പറ്റൂ, വേറെ മാർഗമില്ല. അവിടെ നിൽക്കുകയായിരുന്നു ഈ 2 ചാനല്. അപ്പൊ എനിക്കിപ്പോഴും ഉള്ള ഒരു ഇതാണ്, ഇത് മുമ്പോട്ട് ഇനി പറഞ്ഞു വന്ന അവസാനം ഈ ഇവരെ ഏറ്റവും അവശ്യം ലാസ്റ്റ് ഈ പയ്യനെ എടുക്കുക. നമ്മൾ പിന്നെ അവിടെ നമ്മുടെ കേരളത്തിൽ 2 സ്ഥലത്തൊക്കെ പലരും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നും ഇന്നലെയൊക്കെ കാണിക്കുന്നുണ്ട്. ആ സ്ഥിതിയിലേക്കാണ് പോകുന്നതെങ്കിൽ വലിയ പ്രതീക്ഷയോടെ തന്നെ നാട് കാത്തിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. ശശിധരൻ വയലാറിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രക്ഷാദൗത്യം അവസാനിപ്പിച്ചോ എന്ന സംശയത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? നമസ്കാരം മനു. നമസ്കാരം. അതായത്
ഒരു സംശയം മാത്രമേ ഉള്ളൂ. അതായത് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു എന്ന് പറയുന്നു. രക്ഷാദൗത്യത്തിന് വന്നവര് താഴത്തോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു. ഇറങ്ങിയ നമ്മുടെ ആ വിദഗ്ധൻ അദ്ദേഹം പറഞ്ഞത് എന്താ, കണ്ണുകെട്ടി നമ്മൾ ഇറങ്ങിയാൽ എന്തിരിക്കാ അവസ്ഥ, ആ അവസ്ഥയാണ് ഇതിന്റെ അടിഭാഗത്തെന്നും പറഞ്ഞു. പക്ഷെ നമുക്കെല്ലാം ഇപ്പൊ നമ്മള് മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇത് എന്ത് ദൗത്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആരും ഒരു ഫോർമുലയും മുന്നോട്ട് ശക്തമായിട്ട് വെക്കുന്നില്ല. ഉണ്ടെന്നോ ഞാൻ കേട്ടില്ല. ഉണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, ഇപ്പൊ എല്ലാരും ഫോർമുല എന്ന തരത്തിൽ പറയുന്ന ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവരിക, വലിയ ആമുള്ള എക്സ്കവേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് ഈ കടലിനടി അല്ലെങ്കിൽ ഈ പുഴ അടിത്തട്ടിൽ നിന്ന് പരമാവധി നീക്കാൻ നോക്കുക, ലോറി അവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പിക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. അത് ഇപ്പൊ ഇന്ന് ഒരു വിദഗ്ധ സംഘം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഈ ഡ്രഡ്ജിങ് യന്ത്രം അങ്ങനെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് പഠിക്കാൻ. ഇതൊക്കെ ഒരു 14ാമത്തെ ദിവസമാണ് നടക്കുന്നത് എന്നതാണ് നമ്മളുടെ ഈ രക്ഷാദൗത്യങ്ങളിലുള്ള പ്രാവീണ്യക്കുറവ് ചൂണ്ടുന്നത്. ഞാൻ പറഞ്ഞ ഈ ലോറിയും തടിയല്ല നമ്മുടെ വിഷയം. നമ്മുടെ അർജുനാണ്, അല്ലേ? ആണല്ലോ. അതെ, ലോറിക്കകത്ത് അർജുനുണ്ടെന്നുള്ളതാണല്ലോ നമ്മുടെ പ്രാഥമികമായ ഒരു പരിഗണന കൊടുക്കേണ്ടത് ആ മനുഷ്യ ജീവന് വേണ്ടിയാണ്, അല്ലേ? ആ ഒരെണ്ണാണ് നമ്മളിപ്പോ അത് എവിടെ ഉണ്ടെന്നോ ഈ പറയുന്ന സ്പോട്ടിൽ ഉണ്ടോന്നോ അത് വഴി പോയോന്നോ ഒന്നും ഒരു തുമ്പും കിട്ടാത്ത രീതിയിലാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ ഇതിന്റെ ആ സ്റ്റാർട്ടിംഗ് ട്രബിളാണ് ഇത്രയും ഇത് സങ്കീർണവും ദുരന്തവും ഉണ്ടാക്കിയെന്നുള്ള ഒറ്റ അഭിപ്രായമാണ് പൊതുവെ എല്ലാവരും. ഇപ്പൊ ആര് സംസാരിച്ചാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒരു 3 ദിവസത്തോളം വന്നു. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ ശശിധരൻ. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകൻ, അദ്ദേഹം ചാത്തന്നൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണന് എന്ത് തോന്നുന്നു? നമ്മൾ ഇത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഒന്ന് നോക്കി നടക്കുന്നില്ല, അടുത്തത് നോക്കി നടക്കുന്നില്ല, അങ്ങനെയല്ലാതെ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നൊരു ആക്ഷൻ പ്ലാൻ ഈ അപകടം നടന്ന അടുത്ത സമയം തന്നെ ഉണ്ടാകേണ്ട ഒരു വൈദഗ്ധ്യം അത് നമുക്കുണ്ടായിരുന്നില്ലേ ശ്രീ രാധാകൃഷ്ണൻ? തികച്ചും പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പല സുഹൃത്തുക്കളും അതുപോലെ തന്നെ കേരളത്തിലെ വിഷ്വൽ മീഡിയയിലടക്കം സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്ന എന്താണ്, പല മേഖലകളെയും കുറ്റപ്പെടുത്തലുകളും പോസ്റ്റ്മോർട്ടം ചെയ്യലുകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ ഇതിലൊരു പരമമായ സത്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ആദ്യ ദിവസം ഇതിനകത്ത് ആരും നമ്മൾ കുറ്റപ്പെടുത്താൻ തയ്യാറാകണ്ട. സൈന്യത്തെയോ അല്ലെങ്കിൽ സംസ്ഥാന ഫോഴ്സിനെയോ മറ്റു സംവിധാനങ്ങളെയോ ഒന്നും നമ്മൾ ഇതിനകത്ത് ആരെയും അവരുടെ ആ ടീമിന്റെ വൈദഗ്ധ്യം വെച്ച് നമ്മൾ അതിനകത്ത് അവരെ ആരെയും ചെറുതാക്കി കാണണ്ട. പക്ഷെ ഒരു വീഴ്ച നമുക്ക് പറ്റിയത് എന്തെന്നാൽ, നമുക്കറിയാമല്ലോ, നമ്മുടെ വീടിന്റെ മുറ്റത്തുകൂടി മഴ പെയ്യുമ്പോൾ ഒഴുകുന്ന വെള്ളം, അതിൽ സിമ്പിളായി ഒരു കടലാസ് തോണി ഉണ്ടാക്കി ഇട്ടാൽ, നമ്മൾ ആ ഇട്ട് കൊടുത്താൽ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരത്തുനിന്ന് അത് തിരിച്ചെടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് അത് താഴോട്ട് ഒഴുകും തോറും എന്ത് സംഭവിക്കും? നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് അത് നമ്മുടെ അദൃശ്യമായിട്ട് മാഞ്ഞു പോകും. ഇത് സിമ്പിൾ പ്രകൃതി ഫാക്റ്റാണ്. അത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. എന്താണ്? കൃത്യസമയത്ത് 24 മണിക്കൂറിനകമുള്ള ഒരു സഡൻ ആക്ഷൻ എടുക്കാൻ ഒരു ടീം, അതിനുള്ളൊരു ദ്രുതകർമ്മ സേന നമ്മുടെ രാജ്യത്തിന് ഇല്ലാതെ പോയതിന്റെ വീഴ്ച, അതിന് ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. സംസ്ഥാന പോലീസ് ആകട്ടെ, മിലിറ്ററി ആകട്ടെ, ഏത് സേനയാകട്ടെ, അവരെ ആരെയും കുറ്റം പറയല്ല. പക്ഷെ ഒരു ദ്രുതകർമ്മ സേന നമുക്കുണ്ടോ? താങ്കൾ വ്യക്തമാക്കണം. നമ്മുടെ ഇന്ത്യയിൽ ഒരു പെട്ടെന്നൊരു പ്രകൃതിക്ഷോഭം വന്നാൽ NDRF-ഉം അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അത് ഇതുപോലത്തെ ഒരു ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് അതിനെപ്പറ്റി ഒരു പരിശീലനം, ട്രെയിനിങ്, അതൊക്കെ കുറെ കൂടി വിപുലമാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. ഉമേഷ് പാലയിൽ നിന്ന്. ശ്രീ ഉമേഷിന് എന്ത് പറയാനുണ്ട്? 24 മണിക്കൂറിലുള്ള ഇതിന് നടപടി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ മല നേരത്തെ വിളിച്ചു പറയണം. ഞാൻ ഇങ്ങനെ ഇടിയാൻ പോവാണ്, എല്ലാ സംഗതി ഒരുക്കി വെച്ചോന്ന് നേരത്തെ വിളിച്ചു പറയണം. അത് വല്ലതും നടക്കുന്ന കാര്യം അവിടെ ചെയ്യാത്ത. നമുക്കൊരു മല ഇടിഞ്ഞാൽ നമുക്ക് ദ്രുതഗതിയിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു രൂപരേഖ നേരത്തെ ഉണ്ടാകണ്ടേ? ആ സംസ്ഥാനം വേണ്ട എല്ലാ വിവരവും അറിയിക്കാൻ, കേന്ദ്രത്തെ ആണെങ്കിലും മറ്റുള്ള സംസ്ഥാനത്തെ ആണെങ്കിലും അറിയിച്ച് വേണ്ട രീതിയിൽ ചെയ്യാൻ ആ സംസ്ഥാനം വേണ്ട ചെയ്യാൻ. ആ സംസ്ഥാനം 2 ദിവസം വെറുതെ കളഞ്ഞില്ലേ, വേസ്റ്റാക്കി കളഞ്ഞില്ലേ? എന്നിട്ട് നമ്മൾ കേന്ദ്രത്തെയോ അല്ലെങ്കിൽ നേവിനെയോ അവരൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന രീതിയിൽ നമ്മളാരെയും കുറ്റം പറയുന്നില്ല. അവരെല്ലാം അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് അവർ പിൻവാങ്ങിയത്. പക്ഷേ അവരുടെ ഭാഗത്ത് 2 ദിവസം തെറ്റുണ്ടെന്ന് അവർ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിലെല്ലാം പിന്നെ മുന്നോട്ട് പോയില്ലേ? മുന്നോട്ട് പോയി അവരും ചെയ്യാതിരിക്കുകയാണോ? നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് വിട്ടുവന്നു, കംപ്ലീറ്റ് നമുക്ക് വിട്ടുവന്നു ഇല്ലേ? നമ്മൾ ആ രഞ്ജിത്ത് ഇസ്രായേലിനെ പറഞ്ഞ രീതിയിൽ ചെയ്തു.
അവസാനം അവിടെ പോയി ഏറ്റവും വലിയ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചാനൽ അവിടെ പോയി വിഷയിക്കണം. അവരുമായിട്ട് നിങ്ങളെ പോലും പഠിപ്പിക്കാതെ ആക്കിയത് ആ റിപ്പോർട്ട് ചാനൽ എന്ന് പറഞ്ഞ ഒറ്റ ചാനലുകാരാണ്. മറ്റൊരു ചാനലിൽ നമ്മൾ ഈ പൊതുവേദിയിൽ കുറ്റം പറയണ്ട. ഏതായാലും വ്യക്തമാണ് ശ്രീ ഉമേഷ്. ആയിക്കോട്ടെ, നിങ്ങളെ പോലും അങ്ങോട്ട് അടുപ്പിക്കാതെ പറഞ്ഞു. ചുമ്മാ പറഞ്ഞ അതിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. അവരോടുള്ള കടപ്പാട് വെച്ച് എല്ലാം നമ്മളോട് കേരളം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ എന്നാ ഇനിയിപ്പോ ഒരു വിദ്യ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്, മാന്തി എടുക്കുന്ന ഇത്. അതും കൂടെ പോയി നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാം പ്രാർത്ഥന. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എങ്ങനെ ഈ സാഹചര്യത്തെ വിലയിരുത്തും? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത് നേരത്തെ എല്ലാ പ്രേക്ഷകരും പറഞ്ഞ മാതിരി നമുക്ക് ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 2-3 ദിവസം നമ്മൾ വെറുതെ കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ എപ്പോഴാണ് ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടത്? അതിനുശേഷമാണ് അവിടെ ഇടപെട്ടത്. അവർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു ചുക്കും നടക്കില്ല. അവിടെ എന്തെങ്കിലും പറഞ്ഞ് മാറാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, ചാനലുകളും കേരള ജനത ഒട്ടാകെ വലിയൊരു പ്രഷറാണ് കൊടുത്ത്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു അമ്മ, ആ അമ്മയുടെ മനസ്സ് കാണണം. അമ്മ വൈകാരികമായിട്ട് പറഞ്ഞൊരു വാക്ക് ഇപ്പൊ മീഡിയയിലും ഇപ്പൊ നേരത്തെ ഫസ്റ്റ് പ്രേക്ഷകൻ പറഞ്ഞ മാതിരി അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ആ അമ്മ വൈകാരികമായിട്ടൊരു വാക്ക് പറഞ്ഞതിനെ ഇത്രയും മോശമായിട്ട് പറയാനായിട്ട് പാടില്ല. അത് ആ മനസ്സിന്റെ ചിന്താഗതിയാണ്. ഒരിക്കലും ഞാൻ അതിനെ അനുകൂലിക്കില്ല. ആ അമ്മയുടെ ഒപ്പാണ് നമ്മൾ കേരള ജനത മുഴുവൻ എന്ന് കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗംഗ എന്നൊരു പ്രേക്ഷക കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീമതി ഗംഗ, ഈ കൊല്ലം ജില്ലയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം രാമൻകുളങ്ങര. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് വേറൊന്നും പറയാനില്ല സാർ. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഇല്ലേ, അവരെത്രയോ പാറകളൊക്കെ പൊളിച്ചിട്ടാണ് നമുക്ക് വെള്ളം തരുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ട് വാട്ടറുകാരുടെ ആ ഒരു സിസ്റ്റം ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല സാറേ. ഈ പാറയുടെ പോലെ ആ നിൽക്കുന്ന കുന്ന് ഇടിച്ചിടിച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ അതിലൂടെ ക്യാമറയുടെ കണക്ട് വിടുകയാണെങ്കിൽ നമുക്കത് ആ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ ആ പോകുന്നത് അനുസരിച്ച് ആ ക്യാമറയിൽ നമുക്ക് കണ്ടുകൂടെ ഇതിന്റെ എവിടെ അണ്ടർ വാട്ടർ ക്യാമറ പ്രയോഗിക്കാഞ്ഞിട്ടല്ല ഇവിടുത്തെ അണ്ടർ വാട്ടർ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ചളി മണ്ണും കൂടി പോയി വരുമ്പോ അത് വിസിബിലിറ്റി ഇല്ല. ഒരു യൂട്യൂബിൽ ഒരു ചാനലിൽ ഒരു കാര്യം കണ്ടായിരുന്നു. ഒരു കുഴക്കിണറിനകത്ത് സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ അവർ ക്യാമറ ഇറക്കിയിട്ടാണ് പുറത്തത് കാണിച്ചത്. അതുപോലെ ഈ സംവിധാനത്തിനകത്ത് അങ്ങനെ ചെയ്യുകയാണ്. ഇത് കുറച്ചു ദൂരം ചെയ്യുമ്പോഴത്തേക്ക് ഈ മണ്ണും കല്ല് പൊടിഞ്ഞ് നമുക്ക് എന്താണെങ്കിലും ഒരു തീരുമാനം അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് വാരാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഈ ഇത്രയും പ്രശ്നം ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉറഞ്ഞു പോയെന്നും പറഞ്ഞു. ഈ ഒരു സിസ്റ്റമാറ്റിക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ അടി കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ സാർ? അങ്ങനെ ഒന്ന് ചെയ്തുകൂടെ? ഒരു ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിനെക്കാരെ കൊണ്ടും അതൊന്നും ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലേ? അത് എത്രയോ മരുഭൂമികളായ സ്ഥലങ്ങളിൽ കുഴിച്ച് വെള്ളം കിടക്കണ സ്ഥലമല്ലേ? അതെ, അപ്പൊ അങ്ങനെ ഒന്നും നോക്കിക്കൂടെ സാർ? എല്ലാ വശങ്ങളും പരിശോധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അസ്കർ എന്നൊരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വളരെ നന്ദി ശ്രീമതി ഗംഗ. ശ്രീ അഷ്കറിന് എന്ത് തോന്നുന്നു? ഈ ദൗത്യം ഇങ്ങനെ പോയാൽ ഇതിൻ്റെ ഒരു ചൂട് നഷ്ടപ്പെട്ടു പോകുമോ? പിന്നെ അത് ഒരു പ്രഹസനം മാത്രമായി ചുരുങ്ങുമോ? അഷ്കറിലേക്ക് ഞാൻ മടങ്ങി വരാം. അൽത്താഫ് കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം എരുമേലിയിൽ നിന്ന്. ശ്രീ അൽത്താഫിന് ഈ സാഹചര്യം കണ്ടിട്ട് നമ്മൾ ഇത് കുറെ കൂടി ഇതൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അറിവ് നമുക്കുണ്ടാകാതെ പോയോ എന്ന സംശയത്തിന് നമുക്കുണ്ട്. രമ്യ എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നു. രമ്യ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. അതെ, എവിടെ? പാലക്കാട് എവിടെ നിന്ന്? പാലക്കാട് കൊല്ലങ്കോട് ഊട്ര എന്ന് പറയും. കൊല്ലങ്കോട് കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ കൊല്ലങ്കോട് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. കൊങ്ങമ്പട എന്നൊക്കെ അല്ലേ? ആ ചിറ്റൂരാണ്. കൊങ്ങമ്പട ചിറ്റൂരാണ്. അതിന്റെ തൊട്ട് തന്നെയാണ് കൊല്ലങ്കോട്. സർ, എന്റെ അഭിപ്രായത്തിൽ ഷിരൂർ ദൗത്യം തുടരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് നടന്നത് ജൂലൈ 16-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അവരുടെ ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുന്നത്. ഏതായാലും പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര കാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവേദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും
ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണം മറ്റൊരു പ്രേക്ഷകൻ നമുക്കിപ്പം ചേരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ശ്രീ അജയ്കുമാർ. അജയ്കുമാറിന് ഇപ്പോൾ ഈ ഒരു സാഹചര്യം നോക്കുമ്പോൾ എങ്ങനെ കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയും? ഈ ഡ്രഡ്ജിംഗ് യന്ത്രം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതിൻ്റെ സാധ്യതകൾ എന്തെന്നൊക്കെ പരിശോധിക്കാൻ വിദഗ്ധ സംഘം പോകുന്നു. നമുക്ക് ഈ സംവിധാനം, ഈ തിരച്ചിൽ അത് ഇതേ തീവ്രതയോടുകൂടി തന്നെ തുടരും എന്ന് ഉറപ്പിക്കാനാകുമോ അജയ്കുമാർ? ഞാൻ അജയ്കുമാറിലേക്ക് കൂടി മടങ്ങി വരാം. ഷിനി എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനി, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ചാലയിൽ നിന്ന് വിളിക്കുന്ന സാർ ഞാൻ. ചാല. അതെ. ശ്രീമതി ഷിനിക്ക് എന്ത് തോന്നുന്നു? ഈ ദൗത്യം അവസാനിച്ചു എന്ന ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഷിനി? ഇല്ല, അവസാനിക്കരുത്. ശക്തമായി തന്നെ മുന്നോട്ട് വേണ്ടി നമുക്കൊരു പ്രതീക്ഷയുണ്ട് സാർ. എങ്ങനെയെങ്കിലും കിട്ടണമെന്നൊരു എല്ലാവരുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ശക്തമായി തന്നെ തുടരുന്നു. ആ ജനവികാരവും ശക്തമായി തന്നെ തുടരുന്നു. ഏതായാലും അതൊക്കെ ഈ അധികൃതരുടെ കരണങ്ങളിൽ പതിക്കും എന്ന് കൂടിയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അനസ് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് അനസ് വിളിക്കുന്നത്? ട്രിവാൻഡ്രം കഴക്കൂട്ടം കണിയാപുരത്ത്. അതെ. ശ്രീ അനസിന് എന്ത് തോന്നുന്നു? ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ പതറി നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ഈ മൊത്തം രക്ഷാദൗത്യത്തിന്റെ ഒരു രീതി കണ്ടിട്ട്? ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചത്. അപ്പൊ അത് നമ്മൾ ഓരോ ദിവസവും ടി.വിയിൽ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ സന്തോഷം തന്നെയാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നടുക്ക് മൺകൂന വന്നിരിക്കുന്നില്ലേ, അത് എന്തെങ്കിലും വെച്ച് കുത്തി എന്തായാലും വെള്ളം ഒഴുക്കുണ്ടല്ലോ, അവിടെ വെച്ച് കുത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് ഒലിച്ചു പോകത്തില്ല. അതിനാണ് ഈ ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ ഈ ഒഴുക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് സ്റ്റേബിൾ ആയതിന് മുകളിൽ നിൽക്കുക എന്നത് ഈ മണ്ണ് അതിൽ നിന്ന് എടുക്കാതെ തന്നെ കുത്തി വിടുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന്റെ സ്പോട്ടില് കുറച്ചൊക്കെ ഒലിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങനെ അതിന് അത്രയും ഒരു ഇത് കുത്തിവിടാൻ കരുത്തുള്ള ഒരു യന്ത്രം അതിന്റെ മുകളിൽ നിൽക്കണ്ടേ? അപ്പൊ അതിന് ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപാധി വേണം, അല്ലെങ്കിൽ ഈ ഡ്രഡ്ജിംഗ് യന്ത്രം വരണം. അങ്ങനെ വന്നാൽ മാത്രമേ അതിന് ആ മണ്ണിനെ നീക്കം ചെയ്യുക എന്നത് തന്നെയാണ് അതിൽ വേണ്ടത്. അതിനാണ് ഉള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ. ഏതായാലും കൃത്യമാണ്. നന്ദ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീമതി നന്ദ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് മൈലക്കാട് നിന്നാണ് വിളിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ഗൗരവകരമായ പരിശീലനങ്ങളും അത്തരം ഗവേഷണങ്ങളും ഒക്കെ തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ ദൗത്യം കാണുമ്പോൾ? അത് എന്റെ ചേട്ടനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്റെ അച്ഛൻ പണ്ട് ലോറി ഓട്ടിക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ അച്ഛന് കുഴപ്പമില്ല, ഇപ്പൊ അച്ഛൻ കൂലിപ്പണിക്കാ പോന്ന. എത്രയും പെട്ടെന്ന് ആ ചേട്ടനെ രക്ഷിക്കണമെന്നാണ് ആ ചേച്ചിയുടെ എനിക്ക് തോന്നുന്നത്. ആ ചേട്ടനെ പെട്ടെന്ന് രക്ഷിക്കണം. നന്ദ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിച്ചോണ്ടിരിക്കുക. എവിടെയാ പഠിക്കുന്നത്? ഞാൻ കോട്ടയം ഗേൾസില്. അവിടെ ഗേൾസ് സ്കൂളിലാണോ? ഈ കൂട്ടുകാരൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ? എല്ലാരും പറയുന്നുണ്ട്. ഞാനും ഇന്ന് ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞു, അയ്യോ ഇതുവരെ രക്ഷപ്പെടുത്തിയില്ലല്ലോ ചേട്ടനെ, കാണുമ്പോ സങ്കടം വരുന്നുണ്ട്. നന്ദയെ പോലുള്ള നിരവധി കുട്ടികളുടെ ആ പ്രാർത്ഥന കൂടി അർജുനോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ പൊതുവേദി അവസരം ഉപയോഗിക്കുകയാണ്. ഏതായാലും വളരെ നന്ദി നന്ദ, അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. ഒപ്പം നന്ദയും കൂട്ടുകാരും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം, ആ പ്രാർത്ഥനയും തുടരാം. സനൂപ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സനൂപ് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. ഹലോ, സനൂപ് ആന്ധ്രാപ്രദേശിൽ നിന്നാണോ വിളിക്കുന്നത്? അതെ 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 അതെ. ആന്ധ്രാപ്രദേശിൽ എവിടെ നിന്നാണ്? ഞാൻ ഹൈദരാബാദിലാണ്, സെക്കൻഡറാബാദിൽ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. തെലങ്കാന. തെലങ്കാന. അപ്പൊ ഇപ്പോഴെല്ലാവരും നമ്മൾ തെലങ്കാന പുതിയ സംസ്ഥാനമാണെങ്കിലും പഴയ ആന്ധ്ര എന്ന തരത്തിലാണ് ഇതിനെ കാണുന്നത് അല്ലേ? അതെ അതെ അതെ. ഈ ഇപ്പൊ സൈന്യത്തിലാണ് ജോലി ചെയ്യുന്നത്? അതെ.
സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങളൊക്കെ ഒരു സൈനികന്റെ നിങ്ങളൊക്കെ ഇതിലൊക്കെ പലപ്പോഴും ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്ത ആളുകൾ ഇതൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നതല്ലേ. ഇപ്പം ഇത്തരം ഒരു ദുർഘട ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് നമുക്ക് സൈന്യം ഇതിലൊക്കെ ഇടപെടൽ നടത്തുന്നത്? ഇത് എത്രമാത്രം ദുഷ്കരവും പ്രയാസകരവുമാണ് ഈ പ്രവർത്തനം? അതെ അതെ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ദുരന്തം സംഭവിച്ചതിന്റെ തീവ്രത നമ്മൾക്ക് ഈ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ശരിക്കും മനസ്സിലായില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏരിയ വരുന്ന ഒരു മല ഒന്നായിട്ട് ഇടിഞ്ഞ് നദിയിലേക്ക് പതിക്കാണ്. ഒരു ജലം നദിയിൽ കൂടെ ഒഴുകുന്ന കരണ്ട് വേഗതയിലുള്ള വെള്ളമാണ് ഇതിന്റെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അന്നേരവും നമ്മള് ഇത്രയും ഇതോടുകൂടി നമ്മള് അർജുനെ തെരയേണ്ടിയിട്ട് ആർമിയെ പോലുള്ള വലിയ സംഘങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു എന്താ പറയാ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലും ആർമിയെ പോലുള്ള ആളുകൾ വന്ന് തെരച്ചിൽ നടത്തിയിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമാണ്. അല്ല, അവരവർക്ക് കഴിയുന്നതെല്ലാം ചെയ്തു. പക്ഷേ കാലാവസ്ഥ സാഹചര്യം, പ്രതികൂലമായ അന്തരീക്ഷം, പിന്നെ നമ്മൾ കുറെ വൈകി, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഏതായാലും അവരും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. നമ്മൾ വൈകി എന്ന് പറയുന്നതിൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഏരിയ മൊത്തം ആർക്കും ഒരു എന്താ പറയാ തീവ്രതയെ നേരിടാനുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഇത് കിട്ടിയില്ല. ഇപ്പം കർണാടകയിലെ ഗവൺമെന്റ് ആണെങ്കിൽ പോലും എന്താ സംഭവിച്ചത് എന്നുള്ളതുള്ള ഒരു നിലയിൽ എത്തണമെങ്കിൽ തന്നെ 1.5 ദിവസം എടുത്തു പോയി. അതില് സഡൻ ആക്ഷൻ ഉണ്ടായില്ല അല്ലേ? അതെ അതെ അതെ. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അവിടെ നിന്ന് വിളിക്കുകയും ഹൈദരാബാദിലും സെക്കൻഡറാബാദിലും ഇരുന്ന പൊതുവേദി കാണുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്യുന്നതിൽ സന്തോഷം അറിയിക്കുന്നു. രമ്യ കൊല്ലങ്കോട് നിന്നാണ് വിളിക്കുന്നതെന്നല്ലേ എന്നോട് പറഞ്ഞത്? യെസ്, പ്രകാശ് ബാബു എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ പ്രകാശ് ബാബു, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ. യെസ്, കണ്ണൂർ പാനൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? നോക്കൂ, ടി വിയിലേക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇത് ഞാൻ ചോദിക്കുന്നത് കേൾക്കാത്തത്. ശ്രീ പ്രകാശ് ബാബുവിന് എന്ത് തോന്നുന്നു? ഭയങ്കര വിഷമം തോന്നുന്നു സാറേ. ഈ അർജുനുമായി വേണ്ടിയുള്ള തിരച്ചിൽ പെട്ടെന്ന് അവസാനിച്ചു പോയി എന്നൊരു ആശങ്കയുണ്ടോ? അതോ ഇതേ തീവ്രതയോടുകൂടി അർജുനെ കണ്ടെത്തുന്നവരെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസമുണ്ടോ പ്രകാശ് ബാബുവിന്? പൂർണ്ണ വിശ്വാസം തന്നെ പോയി. 2 ദിവസം മുമ്പേ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, അത് ഇപ്പം പേരെ പോയി. പ്രകാശ് ബാബുവിനും ചെറിയ നിരാശകൾ തോന്നി തുടങ്ങി. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ ആ ഒരു നിലപാട്. എല്ലാവരും അർജുൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. ഈ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ എവിടെയോ ഉണ്ടെന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ രക്ഷാദൗത്യമൊക്കെ നടക്കുന്നത്. സ്വപ്ന എന്നൊരു പ്രേക്ഷക വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സ്വപ്ന, വയനാട്ടിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? വയനാട് മീനങ്ങാടിയിൽ നിന്നാണ്. അവിടെ മീനങ്ങാടിയിൽ സ്വാഭാവികമായും ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടാകും. ഇത് കുറേ ദിവസങ്ങളായിരിക്കും, 2 ആഴ്ചയോളമായി കേരളത്തിലെ എല്ലാ ഇടങ്ങളിലുമൊക്കെ ചർച്ച ചെയ്യുന്നു. സ്വപ്നയുമായൊക്കെ ഈ അഭിപ്രായം, ഈ ചർച്ച ചെയ്യുന്നവരൊക്കെ എന്താ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തെ പറ്റിയൊക്കെ പങ്കുവെക്കുന്നത്? ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല, കാരണം എനിക്ക് സുഖമില്ലാത്തൊരു മോനാണ്. പക്ഷെ എന്താ പറയാ, ഞാൻ TV ഒന്നും കാണാൻ അധികം താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്ര സമയം, കാരണം ആ മനുഷ്യനെ കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഞാൻ ന്യൂസിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എനിക്കൊരു മോനുണ്ട്, മോൻ സുഖമില്ലാത്ത കുട്ടിയാണ്. മോന്റെ പേര് അപ്പൂസ് എന്ന് വിളിക്കും, അഷിൻ എന്നാണ് പേര്. എത്ര വയസ്സായി അപ്പൂസിന്? മോന് 10 വയസ്സ്. എന്റെ മോൻ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ന്യൂസ് കണ്ടിട്ട് അവൻ മനസ്സിലാക്കിയിട്ട് എന്നും നമ്മളാരും അവന് പറഞ്ഞു കൊടുത്തിട്ടല്ല, എന്നും അവൻ പ്രാർത്ഥിക്കാറുണ്ട് ആ ചേട്ടനെയും ലോറിയെയും കിട്ടണേന്ന്. പ്രത്യേകമായിട്ട് അവൻ അർജുന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനകൾ ഫലം കാണട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഏതായാലും അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അപ്പൂസിനെ പോലുള്ള കുട്ടികളുടെ വലിയ മനസ്സിനെ പൊതുവേദി അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഏതായാലും സ്വപ്ന, ആ പ്രാർത്ഥനകൾ തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ഇനിയെങ്കിലും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? യെസ്, വളരെ നന്ദി സ്വപ്ന വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഏതായാലും TV കാണാതിരിക്കരുത്. സ്ഥിരമായി TV കാണുകയും മോനോടൊപ്പം കാണുകയും
ഇത്തരം വിവരങ്ങൾ അല്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളെ അറിയിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷം വിളിക്കുകയും ചെയ്തതിന്. അപ്പുവിനോടും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുക. വിജയൻ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ വിജയന് തൃശ്ശൂർ എവിടെ നിന്നാണ് ശ്രീ വിജയൻ വിളിക്കുന്നത്? തൃശ്ശൂർ ടൗണിലാണ്. ശ്രീ വിജയന് എന്ത് തോന്നുന്നു ഈ രക്ഷാദൗത്യം? ഇനിയിപ്പോ തൃശ്ശൂരിൽ നിന്ന് പോണം ഡ്രഡ്ജർ. ഹലോ, കേൾക്കാം ശ്രീ വിജയൻ, പറഞ്ഞോളൂ. ഇത് നിങ്ങളുടെ ചാനലിന്റെ തുടക്കം മുതൽ ഞാൻ കണ്ടോണ്ടിരിക്കുക. കർണാടകക്കാർക്ക് കേരളത്തിലുള്ളത് പോലെയുള്ള ഒരു അവയർനെസ് അവർക്കില്ല. കേരളത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദൗത്യം വിജയിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം മുൻപ് ഈ 2018-19 കാലഘട്ടത്തിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ധീരമായ ഒരു ഇടപെടൽ കൊണ്ടാണ് പല ഭാഗത്തും പല വിജയങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ ഇത് ഏൽപ്പിക്കണം. കർണാടകക്കാർക്ക് എന്തോ വലിയ ഒരു താല്പര്യക്കുറവ് പോലെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നാരായണി എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. ശ്രീമതി നാരായണി, കാസർഗോഡ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ് മടിക്കൈ എന്ന സ്ഥലത്ത്. മടിക്കൈ നൂഞ്ഞിയിൽ. അത് ശരി. ഈ കാസർഗോഡ് ജില്ലയ്ക്ക് അടുത്താണ് കർണാടകം. സ്വാഭാവികമായും അവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ശ്രീമതി നാരായണി ശ്രദ്ധിക്കുന്നുണ്ടാകും. എന്ത് തോന്നുന്നു? ടിവിയിൽ കാണുന്നുണ്ട്. എന്റെ മോന് ഒരു ഡ്രൈവറാണ്. എത്ര വയസ്സായി? ഓട്ടം പോയിട്ട് വന്നതേ ഇന്നലെ. ശരി. എത്ര വയസ്സായി? മോൻ എത്ര വയസ്സായി? മോന് 27ാമത്തെ വയസ്സ്. എന്താണ് പേരെന്താണ്? ശരത്ത്. പക്ഷെ ഞാൻ ഈ ടിവി പിന്നെ ഈ 16-ാം തീയതി കാണുന്ന ഇന്നലെ വരെ കണ്ടതാണ്, ഇന്ന് വരെ. പക്ഷെ എനിക്കൊരു മോനില്ലത് കൊണ്ട് ഇത് വളരെ സങ്കടമാണ് തോന്നുന്നത്. അമ്മയുടെ മകനെ പോലെ മറ്റൊരു മകനും ആണ് അവിടെ. മറ്റൊരു മകനും അച്ഛന്റെ അമ്മയുടെയും സങ്കടവും ഭാര്യയുടെയും മറ്റേ പെങ്ങന്മാരും സങ്കടവും സഹിക്കാൻ കഴിയുന്നില്ല. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇനി ആ കർണാടകക്കാരെ സ്വഭാവം പോലെ നമ്മളെ ഇങ്ങോട്ടെങ്കിലും എല്ലാരും ഒത്തുകൂടിയിട്ട് ഒന്നും അന്വേഷിക്കട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇനി അന്വേഷണം നിർത്താതെ മുമ്പോട്ട് പോകണമെന്നാണ് പറയാനില്ലേ. വളരെ വ്യക്തമാണ് ശ്രീമതി നാരായണി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. മറ്റൊരു ട്രക്ക് ഡ്രൈവറുടെ അമ്മ കൂടിയാണെന്ന് പറയുമ്പോൾ ആ വേദന എത്രമാത്രം അവർ ഉൾക്കൊണ്ടു എന്ന് കൂടിയാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഒപ്പം സ്വപ്ന എന്ന പ്രേക്ഷക, ഒട്ടനവധി അമ്മമാർ കേരളത്തിൽ, കുട്ടികൾ ഒക്കെ അവരുടെ പ്രാർത്ഥന അർജുൻ എന്ന ഈ 30-കാരൻ മടങ്ങി വരണം എന്ന വലിയ ആഗ്രഹത്തോടു കൂടി അവരെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു. അതുകൊണ്ട് അധികകാലം അർജുന് കാണാമറയത്തിരിക്കാനാകില്ല എന്ന് നമുക്കും പ്രത്യാശിക്കാം. ഏതായാലും ഈ രക്ഷാദൗത്യം തുടരണ്ടേ എന്നാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ചോദ്യമായി വെച്ചത്. 87% ആളുകളും ഇതേ തീവ്രതയോടുകൂടി ഇത് തുടരണം എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം 13% ആളുകൾ തുടരാൻ കഴിയാത്ത പശ്ചാത്തലമാണ് ഉള്ളത് എന്നുകൂടി വ്യക്തമാക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.